രാവിലെ തന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം വീട്ടിൽ വന്നു. നമുക്കിന്ന് കുറച്ച് ഡ്രീം കേക്ക്സ് ചെയ്യാണ്ട് കേട്ടാ. ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഐറ്റമാണ് ഡ്രീം കേക്ക്. അപ്പോൾ എന്തായാലും ഷോപ്പിലും കുറച്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. 1-2 ഓർഡേഴ്സും ഉണ്ട് കേട്ടാ. ഇതിൻ്റെ ഇടയിലാണ് കുറച്ച് ചോറ് തരുമോ ചേച്ചി എന്നും പറഞ്ഞ ഒരാൾ വന്നു കേട്ടാ. ഇവിടെ മൂപ്പരെ കണ്ടതായിട്ട് മുൻപരിചയമൊന്നും എനിക്കില്ല. ഏട്ടൻ കയറി വന്നപ്പോൾ ഒന്ന് പകച്ചു പോയി. ദൈവമേ, ഇനി ഇതിനെയും കൂടി ഞാൻ നോക്കണമല്ലോ എന്നായിരിക്കും. മൂപ്പരെ എവിടുന്നോ കയറി വന്നിട്ടുള്ളതാണ്. ഏതോ ഒരു വീട്ടിൽ വളർത്തുന്ന നല്ലൊരു പൂച്ചയാണ് കേട്ടത്. ഏട്ടൻ അപ്പത്തിന് കച്ചവടം ഉറപ്പിച്ചതാ തോന്നണം. കുറേ പേരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെന്ത് വില വരും, ആർക്കെങ്കിലും വേണോന്നൊക്കെ. ഇനി ഇതായിരിക്കോ പണിക്കര് പറഞ്ഞ പെൺകുട്ടിന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അടിപൊളി രോമോ വാലൊക്കെയാണ് കേട്ടാ ഈ പൂച്ചയ്ക്ക്. എത്രയും വേഗം ഇതിന്റെ ഓണറെ കണ്ടുപിടിച്ച് ഇതിനെ അവരെ ഏൽപ്പിക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു ടെൻഷൻ. പൂച്ച വന്നു കയറിയാൽ നല്ലതാണെന്നാണ് പൊതുവേ കേട്ടിട്ടുള്ളത്. വാലൊക്കെ കണ്ടില്ലേ, അടിപൊളി വാല്. ഇവനെ കാണാണ്ട് ഇവന്റെ ഉടമസ്ഥൻ എന്തായാലും വിഷമിക്കുന്നുണ്ടാവും. കണ്ടിട്ട് ഇതൊരു സാധാരണ പൂച്ചയല്ല. എൻ്റെ മിച്ചറും ബിസ്ക്കറ്റൊക്കെ ഇവനായിട്ട് തിന്ന് തീർക്കുന്നു പറഞ്ഞിട്ടുള്ള ടെൻഷനിലാണ് ധാനു. ഇനി ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്കിനി ഡ്രീം കേക്ക് ചെയ്യണമല്ലോ. പെട്ടെന്ന് തന്നെ അതൊക്കെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഷോപ്പിലേക്കും കൊണ്ടുപോകാനുണ്ട്. ഈ 7-8 മാസത്തിൽ ഏറ്റവും സെയിൽ കുറവായിട്ടുള്ളൊരു മോശപ്പെട്ടൊരു മാസമാണ് കേട്ടത്. സെയിൽ കൂടിയാലും കുറഞ്ഞാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടയുടെ റെൻറ്റും അതേപോലെ സ്റ്റാഫിൻ്റെ സാലറിയും കടയിലെ കറണ്ട് ബില്ലും വീട്ടിലെ കറണ്ട് ബില്ലും എല്ലാം നമുക്ക് അടച്ചല്ലേ പറ്റുള്ളൂ. കേക്കുകൾ എക്സ്പയറി ആവുന്നതിന് മുൻപ് തന്നെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പകുതി വിലയ്ക്കോ ഒക്കെ കൊടുത്താൽ നമുക്കൊരു സമാധാനമാണല്ലോ. പക്ഷേ സ്റ്റാറ്റസ് ഇട്ടിട്ടൊന്നും ആരും തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. പക്ഷേ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടതോടുകൂടി കുറേ എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ആ കേക്കുകളൊക്കെ സെയിലാക്കാൻ പറ്റി. ഈ കഴിഞ്ഞു പോയ മാസങ്ങൾ കുറച്ച് വിഷമവും അതേപോലെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുവെങ്കിലും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളും മാസങ്ങളൊക്കെ നമ്മുടേതാണ്. ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാനിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു ജോലി ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്ര ഉറക്കമുളയ്ക്കാനാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര കഷ്ടപ്പാടാണെങ്കിലും ഇത് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിലും മികച്ചതായിട്ട് നമ്മൾ ഇതിനെ കൊണ്ടുപോവുകയും ചെയ്യും. എല്ലാം ഓരോ അനുഭവങ്ങളുമാണ്.